സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ഇതുവരെ മങ്കി പോക്സ് ടൈപ്പ് 1 വൈറസ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതു ആരോഗ്യ അതോറിറ്റി അറിയിച്ചു. ആഗോളതലത്തിൽ വൈറസിന്റെ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അതോറിറ്റിയുടെ പ്രസ്താവന. രാജ്യത്തെ ആരോഗ്യ സംവിധാനം ശക്തവും ഫലപ്രദവുമാണെന്നും ഇത് വിവിധ ആരോഗ്യ അപകടങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. സ്വദേശികളും വിദേശികളുമായി രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്ന തരത്തിൽ ഈ വൈറസിനെതിരെ ശക്തമായ നിരീക്ഷണവും പ്രതിരോധ നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ്. വൈറസിനെയും അതിന്റെ വ്യാപനത്തെയും ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയാൽ തന്നെ അതിന്റെ വ്യാപനം പരിമിതപ്പെടുത്താനും പ്രതിരോധത്തിനും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിനും നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. സൗദിയിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ ലൈസൻസുകളില്ലാതെ പ്രവർത്തിച്ച നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ അധികൃതരുടെ നടപടി. മൃഗങ്ങളെ പീഡിപ്പിക്കുന്നവരെ പിടികൂടാൻ റിയാദിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണിത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ താമസിപ്പിച്ച 130 വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും മൃഗങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിച്ച കാലഹരണപ്പെട്ടതും അസാധുവായതുമായ ധാരാളം മരുന്നുകൾ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് യൂസർ നെയിമും പാസ്വേഡും ചോദിച്ച് തട്ടിപ്പ് നടത്തുന്നതിനെതിരെ കരുതിയിരിക്കണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർവീസ് ആപ്പായ അബ്ഷിർ. ഡിജിറ്റൽ ഐഡന്റിറ്റി അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോണിലൂടെ ചോദിക്കുന്നവരോട് ഒരിക്കലും പങ്കുവെക്കരുത്. ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ട് നടത്തുന്ന ഇത്തരം തട്ടിപ്പ് വിളികളോട് അനുകൂലമായി പ്രതികരിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യരുത്. ഡിജിറ്റൽ ഐഡന്റിറ്റി പിടിച്ചെടുക്കാനും സാമ്പത്തിക തട്ടിപ്പ് നടത്താനുമുള്ള രഹസ്യ കോഡ് നേടുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അബ്ഷിർ അധികൃതർ ചൂണ്ടിക്കാണിച്ചു. യൂസർ നെയിം, പാസ്വേഡ്, OTP എന്നിവ ആരുമായും പങ്കുവെക്കരുത്. ഒമാനിൽ സ്വദേശീവൽക്കരിച്ച തസ്തികകളിൽ വിദേശികൾ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുൾപ്പെടെ പരിശോധനാ നടപടികൾ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് യൂണിറ്റ് ശക്തമാക്കുന്നു. പരിശോധനകൾ സംബന്ധിച്ച് മലയാളം ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളിലും മുന്നറിയിപ്പ് നൽകുകയാണ്. തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധനകൾ തുടരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഹിന്ദി, ഉറുദു ഭാഷകളിലും സാമൂഹിക മാധ്യമങ്ങൾ വഴി അധികൃതർ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ചില തൊഴിലുകളിൽ പ്രവാസികളെ നിയന്ത്രിക്കുന്നതിലും സ്വദേശിവൽക്കരണ നിരക്കുകൾ നടപ്പിലാക്കുന്നതിലും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും മുന്നറിയിപ്പിൽ പറയുന്നു. യൂണിറ്റിന് അതിന് നിർവഹണശേഷി ശക്തിപ്പെടുത്തുന്നതിന് ജുഡീഷ്യൽ അധികാരം നൽകിയിട്ടുമുണ്ട്. തൊഴിൽ നിയമ ലംഘനങ്ങൾ ആവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇൻസ്പെക്ഷൻ യൂണിറ്റിന് അധികാരമുണ്ടെന്ന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO റിട്ടയർഡ് ബ്രിഗേഡിയർ അറിയിച്ചു. ഒമാനൈസേഷൻ നയത്തിനനുസൃതമായി ഭരണനേട്ടം ഉറപ്പാക്കുന്നതിനായി യൂണിറ്റ് എല്ലാ പ്രവർത്തനങ്ങളുമായും സ്വദേശീവൽക്കരിച്ച പ്രൊഫഷനുകളിലേക്കുള്ള പരിശോധനയും നിരീക്ഷണവും തുടരും. നിയമവിരുദ്ധ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന കമ്പനികൾക്കെതിരെയും നടപടി ശക്തമാക്കും. രാജകീയ ഉത്തരവ് പ്രകാരം ഒമാനി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിർത്തിക്കുള്ളിൽ ന്യായമായ തൊഴിൽ സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണ് ഈ നടപടികൾ വ്യക്തമാക്കുന്നതെന്നും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് യൂണിറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. ഉപയോഗിച്ച ടയറുകൾ കാലാവധി തിരുത്തിയും മറ്റും വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം രംഗത്ത്. പിഴത്തുക ഉയർത്തിയതായും അധികൃതർ അറിയിച്ചു. 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ പിഴ ഇരട്ടിയാക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ ശിക്ഷ 2000 റിയാൽ വരെ പിഴ ലഭിക്കാം. അതേസമയം നിയമലംഘനം പിടികൂടുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അധികൃതർ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നത് തുടരും. ഖുറമിൽ കടലിൽ കാണാതായ സ്വദേശികൾക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതായി മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. ഈ മാസം 6 ചൊവ്വാഴ്ചയാണ് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കാണാതാകുന്നത്. 2 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇവർക്കായി ദിവസങ്ങളായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു. മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചായിരുന്നു പരിശോധന. തിരച്ചിലിന്റെ വിവിധ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മത്സ്യബന്ധന ബോട്ട് സഹം വിലായത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടെ കണ്ടെത്തിയിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ പള്ളിയിൽ നിന്നും ചാരിറ്റി ബോക്സ് മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു.
ചാരിറ്റി വിഭാഗം സ്ഥാപിച്ച പെട്ടിയാണ് ഇയാൾ അപഹരിച്ചത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയതും. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും നാശനഷ്ടം വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹം വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അടിയന്തരമായി A- ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതരുടെ ആഹ്വാനം. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 552 വ്യക്തികളുടെ താമസവിലാസങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. പ്രോപ്പർട്ടി ഉടമയുടെ അപേക്ഷ പരിഗണിച്ചാലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടം ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നോ ആണ് അഡ്രസ്സുകൾ റദ്ദാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി. പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം സർക്കാർ ഗസറ്റായ കുവൈറ്റ് അൽ-യൗം വഴി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇവിടെയുള്ള താമസക്കാർക്ക് പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറാനും അവിടുത്തെ അഡ്രസ് ഉടൻ തന്നെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനിൽ രജിസ്റ്റർ ചെയ്യാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വ്യക്തികൾ അതോറിറ്റിയുടെ ആസ്ഥാനത്തെത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. താമസവിലാസം സാധൂകരിക്കുന്നതിന് ആവശ്യമായ വാടക കരാർ രേഖകൾ ഉൾപ്പെടെയുള്ളത് സമർപ്പിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് രഹസ്യവിവരം നൽകുന്നവർക്ക് വൻതുക പാരിതോഷികം സൗദി വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തപ്പെടുന്ന ബിനാമി ഇടപാടുകാരനെതിരെ ചുമത്തപ്പെടുന്ന പിഴയുടെ 30% വിവരം നൽകിയ വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിനാമി ഇടപാട് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഉടൻ പിഴയുടെ 30% വിവരം നൽകിയയാൾക്ക് കൈമാറുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ ബിനാമി ഇടപാടുകളുടെ പേരിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനത്തിനും വ്യക്തിക്കുമെതിരെ 10 ലക്ഷം റിയാൽ പിഴ ചുമത്താനാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതനുസരിച്ച് 30% 3 ലക്ഷം റിയാൽ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികമായി ലഭിക്കും. രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങൾ അംഗീകൃത മാർക്കറ്റ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. മന്ത്രാലയം ആരംഭിച്ച പുതിയ സേവനം വിശദീകരിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് രാജ്യത്തുടനീളമുള്ള എല്ലാ ചേംബർ ഓഫ് കൊമേഴ്സിനും സർക്കുലർ നൽകി.